ഹായ്. അപ്പോൾ ഒരു ചെറിയ കാര്യം പറയാൻ വന്നേ കേട്ടോ, വേറെ ഒന്നുമില്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് പർച്ചേസിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിച്ച വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ പ്രിൻസി മോള്, എൻ്റെ ഗബ്രൂട്ടൻ, നമ്മുടെ പ്രിൻസി മോള് മോന് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതാ അതേ പ്രിൻസുണ്ട്, പ്രിൻസിനൊന്നും സ്കൂളിലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിൻസി മോള് ഭയങ്കര സന്തോഷത്തോടെ അതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഹായ് കാണിച്ചേ. ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ പ്രിൻസിമോൾ അതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ നോക്കി. നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഓരോ സാധനങ്ങൾ അവളെ ഹാപ്പി ആയിട്ടാണ് നോക്കിയത്. പക്ഷേ സംഗതി കുറച്ച് ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് പിടിച്ചിട്ടില്ല. അതായത് ഒരു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് നല്ല കമൻറ്റ് ഇടുന്ന 1-2 പേരും കൂടെ വന്നിട്ട് കുഞ്ഞിന് ആക്രാന്തമാണോ ഇങ്ങനെയാണോ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അവൾക്ക് 9 വയസ്സേ ആയിട്ടുള്ളൂ. മോനെ താണ്ട് ഇറങ്ങാട്ടാ. പ്രിൻസേ പിടിച്ചേ. എൻ്റെ മോക്ക് 9 വയസ്സേ ആയിട്ടുള്ളൂ. ചേട്ടായി എടുക്കും. ചേട്ടായിട്ട് കൂടെ എനിക്ക് ചേട്ടായി എടുക്കും. ഇപ്പോൾ കുളിപ്പിക്കാം. അബ്ബ കുളിപ്പിക്കാം. ഇപ്പോൾ കുളിപ്പിക്കാം. 9 വയസ്സേ ആയിട്ടുള്ള എൻ്റെ കുഞ്ഞിന്. അവൾ അത്ര ആക്രാന്തത്തോടെ അല്ല, അവളത് ഭയങ്കര അത്ഭുതത്തോടെ, എന്നുവെച്ചാൽ പുതിയൊരു സാധനമാണ് മേടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് അവൾ അത്രയും സന്തോഷത്തോടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ നോക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ എന്ത് സാധനം ഇപ്പോൾ മേടിച്ചാലും, നമുക്ക് മേടിച്ചാലും അവർക്ക് മേടിച്ചാലും കുഞ്ഞുങ്ങളെപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ഏജൊന്നും ആയിട്ടില്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും അതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു ചെറിയൊരു റബ്ബർ, നമ്മുടെ പൊതിയൊക്കെ പൊതിഞ്ഞിരുന്ന റബ്ബർ എടുത്ത് കുഞ്ഞുങ്ങളുടെ കൈ കൊടുത്താൽ അവരത് എക്സൈറ്റ്മെൻറ്റോടെ നോക്കിക്കൊണ്ടിരിക്കും. ആ പ്രായത്തിൻ്റെയാണ് അതങ്ങനെ. അതുപോലും മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങളെന്താണ്, കുഞ്ഞുങ്ങളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇമാതിരി കമൻറ്റ് വന്നിട്ടുണ്ട്. റിയാക്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കുറേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ നെഗറ്റീവ് കമൻറ്റിനൊന്നും റിയാക്ട് ചെയ്യാറില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഒരുപാട് നാളേറെ നെഗറ്റീവ് കമൻറ്റ് എല്ലാം റിയാക്ട് ചെയ്തിട്ട് ഇപ്പോൾ കുളിപ്പിക്കാം നിൽക്കുക. പക്ഷേ ഇതെനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല. അതുകൊണ്ടാണ്.